ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നുള്ളത് കാശ്മീരിലെ ബാരാമുള്ള എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ സമയത്ത് ഹോസ്പിറ്റലിൻ്റെ മുകളിൽ നിന്ന് ഒരു വില്ലേജ് ഇങ്ങനെ കാണാം. എപ്പോഴും നല്ല ഹൈറ്റിലുള്ള മലഞ്ചെരുവിൽ ഇഷ്ടം പോലെ വീടുകളായിട്ടില്ല. അപ്പോൾ എന്തായാലും വിചാരിച്ചിരുന്നു അവിടെ പോകാമെന്ന്. ഡ്യൂട്ടി കഴിഞ്ഞ് ഒരു 3 മണി കഴിഞ്ഞ ശേഷം ഞാൻ ഇന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇന്ന് എന്താ സ്നോ ഒന്നുമില്ല, നല്ല വെയിലുണ്ട്, പക്ഷെ തണുപ്പുണ്ട്. നല്ല വെയിലുള്ളതുകൊണ്ട് എന്തായാലും പുറത്തിറങ്ങിയിട്ട് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. ഈ ബാരാമുള്ള എന്ന് പറഞ്ഞ ജില്ല കാശ്മീരിൻ്റെ ഏറ്റവും അവസാനമായിട്ട് കിടക്കുന്നതാണ്. നമുക്ക് ശ്രീനഗറിൽ നിന്ന് ട്രെയിനൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും. ഈ ട്രെയിൻ ഇറങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷൻ ബാരാമുള്ള ടൗണിലേക്ക് വരാൻ ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ഈ ജലം റിവർ എന്ന് പറഞ്ഞ റിവറിൻ്റെ 2 സൈഡിലായിട്ട് ഇഷ്ടം പോലെ വീടുകളുണ്ട്. തിങ്ങി പാർക്കുന്ന ഇഷ്ടം പോലെ വീടുകളുണ്ട്, കുടുംബങ്ങളുണ്ട്. ഏകദേശം 700 സംതിങ് കിലോമീറ്ററോളം നീളമുണ്ട് ഈ റിവറിന്. പാകിസ്ഥാൻ ബോർഡർ വഴിക്ക് വരുന്ന റിവറാണ്. അപ്പോൾ എന്തായാലും ഇവിടെ കുറേ ഫിഷിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പുറത്ത്. എന്തായാലും ഞാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് പോയി. ഏകദേശം ആ റിവർ കഴിഞ്ഞ് ടൗൺ ഏരിയ കഴിഞ്ഞ് ക്രോസ് ചെയ്ത് കുറച്ച് ഉള്ളോട്ടെത്തി. ഭയങ്കരമായിട്ട് എനിക്ക് തണുക്കുന്നുണ്ട്, പക്ഷെ എന്താ പറയുക, എന്തായാലും മുകളിലേക്ക് ആകാംക്ഷയോടെ ഞാൻ പോയി. കുറേ നടന്നു പോവാണ്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും വീടിന് ചെറിയ വീടാണെങ്കിലും അതിന് മതിൽ കെട്ടും. മതിൽ കെട്ടിയെന്ന് പറഞ്ഞാൽ നമ്മളെ മതിലെന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുക നമ്മുടെ നാട്ടിലൊക്കെ തകര ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് അവർ മതിൽ കെട്ടുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ മതിലും വീടിലും അതിലേറെ അടിപൊളിയാണ് അവരുടെ ഗേറ്റുകളൊക്കെ. വീടിനെക്കാട്ടിലും വലിയ ഗേറ്റ് ആയിരിക്കും. എന്താ പറയുക, നല്ല ഇപ്പോൾ സ്നോ പെയ്തിട്ട് 3-4 ദിവസം ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ സ്നോ ഒന്നും കാണുന്നില്ല. അവിടെ ഇവിടെയൊക്കെ കുറച്ച് സ്നോ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഈ റോഡിൻ്റെ 2 സൈഡിലൊക്കെ സ്നോ നമുക്ക് പെയ്തിട്ട് ഐസായി കിടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. क्या नाम है? इमरान। माशाल्लाह। जहाँ तक जाओगे, हाँ? जहाँ तक जाओगे। ഇവർ കളിക്കാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കാമെന്ന് തോന്നുന്നു. ഇവരെ കൂടെ എടുത്ത് കുറേ വീഡിയോ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട്. എന്തായാലും അവരൊക്കെ അവിടുന്ന് അവരെ കൂടെ കുറച്ചേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പോയി വീണ്ടും മുകളിലേക്ക് തന്നെ കയറാമെന്ന് വിചാരിച്ചിട്ട്. വീഡിയോയിൽ കാണുന്ന സമയത്ത് റോഡിൻ്റെ ഹൈറ്റ് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും നല്ല ഹൈറ്റിലാണ് റോഡ് കിടക്കുന്നത്. എങ്ങനെയാണ് ഇവിടുത്തെ ആളുകളൊക്കെ വെള്ളത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാമെന്ന് പോലും എനിക്കൊരു ഐഡിയ ഇല്ല. പട്ടിയൊക്കെ വരുന്നുണ്ട്, കടിക്കുമെന്ന് അറിയില്ല. എന്തായാലും കുറച്ചും കൂടെ മുകളിൽ കയറി ഏകദേശം ടോപ്പിലെത്താനായി. ഞാനാണെങ്കിൽ ഭയങ്കരമായിട്ട് തളർന്ന്, എനിക്കിനി കയറാൻ വയ്യ. എന്തായാലും മുകളിലേക്കൊരു റൂട്ട് കാണുന്നുണ്ട്, നേരെ റൂട്ട് കാണുന്നുണ്ട്. ഞാൻ മുകളിലേക്ക് തന്നെ കയറാമെന്ന് വിചാരിച്ച്. എന്തായാലും ഈ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ്. ഇഷ്ടം പോലെ വീടുകളുണ്ട്, നമുക്ക് എണ്ണാൻ പറ്റാത്ത അത്രയും വീടുകൾ തിങ്ങി നിൽക്കുന്നൊരു ഏരിയ ആണ്. എന്തായാലും അടിപൊളിയായിട്ട് മുകളിലേക്ക് കയറാൻ പോവുക. കുറേ ദൂരെ ഒരു സ്റ്റെപ്പാണ്, മൊത്തമായിട്ട് കയറാൻ കഴിയുമെന്നൊരു ഐഡിയ ഇല്ല. എന്തായാലും പോവാം. നല്ല ഭംഗിയുള്ള മരങ്ങളോ. ഇപ്പം തന്നെ ഏകദേശം നല്ല ടോപ്പിലെത്തിയിട്ടുണ്ട്. ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. വെയിലുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ നല്ല തണുപ്പുണ്ട്. അയ്യോ, മുകളിലേക്ക് കയറി പോയിട്ട് അവിടെ നിന്ന് എല്ലാം അടി കിട്ടിയിട്ട് തിരിച്ചതെന്ന് അറിയില്ല. ഏകദേശം മുകളിലെത്തി. എനിക്കാണെങ്കിൽ എന്താ പറയുക, ടയേർഡായിട്ട് തണുപ്പുണ്ട്, നല്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ചൂടൊക്കെ വെയിലുണ്ടെന്നുള്ളൂ, ചൂടൊന്നും ഏൽക്കുന്നില്ല. എന്തായാലും മുകളിലേക്ക് കയറി, എന്താ പറയുക, ഏറ്റവും ടോപ്പിലേക്ക് ഇനിയും കയറാനുണ്ട്. ഞാൻ ഏകദേശം തളർന്നുകൊണ്ട് എനിക്ക് മതിയായി കയറി എനിക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടെ നിന്ന് നോക്കുമ്പോൾ എന്താ അടിപൊളി വ്യൂ ആണ്. വീടുകളൊക്കെ അത്ര തിങ്ങി വീടുകൾ മൊത്തമായിട്ട് കാണാൻ പറ്റുന്നു. അത്ര നല്ലൊരു സ്പോട്ടിലാണ് എത്തിച്ചേർന്നത്. ഈ ടൗൺ ഏരിയ മൊത്തം കാണുന്നുണ്ട് ഇവിടെ നിന്നിട്ട്. നല്ല വെയിലുണ്ടെന്നുള്ളൂ, പക്ഷെ ഭയങ്കര തണുപ്പാണ്. ഇതിൻ്റെ ഹൈറ്റിലേക്ക് നല്ല വീടുകളുണ്ട്, പക്ഷെ അവിടേക്ക് എത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇപ്പം തന്നെ ഞാൻ ടയേർഡായിട്ടുണ്ട്. പോയി നോക്കാം. ആരും കൂടില്ലാത്തതുകൊണ്ട് ഒരു ടെൻഷനുണ്ട്. ബാങ്ക് വിളിക്കുന്നത് കേൾക്കാനൊക്കെ നല്ല രസമുണ്ട്. കാരണം നമ്മൾ അത്ര ഹൈറ്റിലായതുകൊണ്ട് പല പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നത് മൊത്തമായിട്ട് ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട്, 4 സൈഡും. ഇവിടെ ആളുകളേക്ക് കാണുന്നുണ്ട്, അവരോട് സംസാരിക്കണം എന്നൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ സംസാരിച്ചില്ല. ഇനി എനിക്ക് തിരിച്ചു പോകണ്ടേ അത് വിചാരിച്ചിട്ട്. അവർ ആടിനെന്തോ വിൽക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു, കച്ചവടമൊക്കെ നടക്കുന്നെന്ന് തോന്നുന്നു. എന്തായാലും ഇനി തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. വെയിലെല്ലാം പോകാൻ തുടങ്ങി. പിന്നെ ഇരുട്ടാകുന്നതിന് മുമ്പ് തിരിച്ച് എനിക്ക് വയ്യാറിയൊന്ന് കൺഫ്യൂഷൻ ആവും. പിന്നെ ഒറ്റയ്ക്കല്ലേ. അപ്പോൾ എന്തായാലും താഴേക്ക് തിരിച്ചിറങ്ങാൻ തുടങ്ങി. കുറേ ഹൈറ്റിലായിട്ട് റോഡ് എത്താൻ കുറേ
എന്താ പറയുക കുറേ സെർച്ച് ചെയ്തതാണ്, റോഡ് കാണാൻ പറ്റിയില്ല എനിക്ക്. പിന്നെ അവിടെയൊക്കെ ചോദിച്ചിട്ടാണ് റോഡ് മനസ്സിലാക്കിയിട്ട് താഴെ എത്തിയത്. ഞാൻ താഴെ എത്താൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ട് വഴിയൊന്നും മനസ്സിലാകാത്തതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് മെയിൻ റോഡിലെത്തിയത്. നമ്മളിനി കാശ്മീരൊക്കെ വരുന്ന സമയത്ത് എപ്പോഴും കാണുന്ന പഹൽഗാം, ഗുൽമർഗ്, സോനമാർഗ് അല്ല, ഇതേപോലെ എന്താ പറയുക കുറച്ച് വില്ലേജ് ഏരിയകളിലൂടെയൊക്കെ സഞ്ചരിക്കുക. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആകും. കാരണം അവിടുത്തെ ആൾക്കാരായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ എന്താ പറയുക ഒരു വേറെ വൈബാണ്. എല്ലാവർക്കും നല്ല സ്നേഹമാണ്. ഞാൻ താഴെത്തി കഴിഞ്ഞപ്പോൾ ഇവിടുന്നും ബാങ്ക് വിളിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെയല്ല, അരമണിക്കൂർ 20 മിനിറ്റൊക്കെ സമയ വ്യത്യാസത്തിലാണ് ഇവിടെ ബാങ്ക് കൊടുക്കുന്നത്. എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടേക്ക് എത്താൻ 3500ഓളം കിലോമീറ്റർ ഉണ്ട്. അത്ര ദൂരത്താണ് ഇപ്പോൾ ഉള്ളത്. ഏകദേശം പാകിസ്ഥാനൊക്കെ അടുത്തായിട്ട് വരും. ഇവിടുന്ന് ഒരു 60 കിലോമീറ്ററിന് അടുത്ത് പോയാൽ നമുക്ക് പാകിസ്ഥാൻ നമുക്ക് കണ്ട് സംസാരിക്കാൻ പറ്റുന്ന ദൂരം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. നെക്സ്റ്റ് വീഡിയോയിലേക്ക് നമുക്ക് അവിടെയൊക്കെ പോവാം. എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് വേറെ കൂടുതൽ സ്ഥലങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവണം. ഓക്കെ, ബൈ.